നമസ്കാരം എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. പഞ്ചായത്ത് വിഭജനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീലിന് നാളെ തന്നെ ഹർജി നൽകാൻ തീരുമാനം. പഴയ വാർഡിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് കമ്മീഷൻ. കോടതി വിധി വരെ സാവകാശം വേണമെന്ന് മുഖ്യമന്ത്രി. 15 ദിവസത്തിന് ശേഷം വീണ്ടും ചർച്ച. കരിമണൽ ഖനന മേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയെ വിലക്കിയ കേരളത്തിന്റെ ഉത്തരവ് നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി. കേരളത്തിന് മാത്രമായി പ്രത്യേക നയം പറ്റില്ല. സാധുവായത് കേന്ദ്ര നയം മാത്രം. സംസ്ഥാനം നാളെ അടിയന്തരമായി നിലപാട് അറിയിക്കണം. ചാവക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകന്റെ വധം രാഷ്ട്രീയ കൊലപാതകമെന്ന് എഫ്ഐആർ. പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിന്റെ പേരിലുള്ള മുൻവൈരാഗ്യമെന്ന് ദൃക്സാക്ഷിമൊഴി. എഫ്ഐആർ റിപ്പോർട്ടറിന് കോഴിക്കോട് പരിശീലനത്തിനിടെ NCC കേഡറ്റ് വെടിയേറ്റ് മരിച്ചു. പൊതുവിതരണത്തെ ആധാറുമായി ബന്ധിപ്പിക്കാമെന്ന് സുപ്രീം കോടതി. സബ്സിഡി നൽകാൻ സർക്കാരിന് ആധാർ ആധാരമാക്കാം. ചരക്ക് സേവന നികുതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല. ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം ഇരമ്പി. മലയാളി ഹോക്കി താരം പിയ ശ്രീജേഷിന് അർജുന പുരസ്കാരം. അപ്രതീക്ഷിത നേട്ടമെന്ന് ശ്രീജേഷ് റിപ്പോർട്ടറോട്. രോഹിത് ശർമ്മയും MR പൂവമ്മയും അടക്കം 17 കായിക താരങ്ങൾക്ക് അർജുന. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം സാനിയ മിർസയ്ക്ക്. വിശദമായി പഞ്ചായത്ത് വിഭജനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. നാളെ തന്നെ ഹർജി നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. പഴയ വാർഡിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ കോടതി വിധി വരെ സാവകാശം വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 15 ദിവസത്തിന് ശേഷം വീണ്ടും ചർച്ച നടത്തും. രഘുനാഥ് തിരുവനന്തപുരത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ എന്താണ് രഘു? നികേഷ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ചർച്ച അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പഞ്ചായത്ത് വിഭജനം റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെ സർക്കാർ അപ്പീലിന് പോകുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എതിർപ്പും യോഗത്തിലുണ്ടായി. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ അപ്പീലിന് പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വൈകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നിശ്ചയിച്ചതുപോലെ ഒക്ടോബർ മാസം ആദ്യമോ അല്ലെങ്കിൽ അവസാനമോ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കില്ല. മാത്രവുമല്ല, നവംബർ 1 പുതിയ ഭരണസമിതി ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ടാകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി യോഗത്തിൽ പറഞ്ഞു. എന്നാൽ സർക്കാരിന്റെ വാദമെന്ന് പറയുന്നത് തങ്ങൾക്ക് അപ്പീൽ പോകാനുള്ള അവസരം നൽകണമെന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വാർഡ് വിഭജനം ഭാഗികമായി റദ്ദാക്കുന്നതിനോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികൾക്ക് 4 മുനിസിപ്പാലിറ്റികളുടെ രൂപീകരണം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഹൈക്കോടതി അംഗീകാരം നൽകിയിരിക്കുന്നു. ഇത് പ്രത്യേകമായ ഒരു സാഹചര്യമാണുള്ളത്. നിയമപരമായും ഒപ്പം തന്നെ ചില സാങ്കേതികപരമായും ഈ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളത് ചില പാടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സർക്കാർ അപ്പീലിന് പോകുന്നതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ സമയബന്ധിതമായി തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കും. നവംബർ 1 തന്നെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ യാതൊരു വിധമായ വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ നാളെ തന്നെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ട് നേരത്തെ തന്നെ ലീഗ് ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുകയാണ്. ലീഗിന്റെ ഒരു പിടിവാശിയുടെ അടിസ്ഥാനത്തിലാകണം മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് വേണം കരുതാൻ. കാരണം പുനർനിർണയിച്ച വാർഡുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. നേരത്തെ തന്നെ ഹൈക്കോടതി വിധി വന്നപ്പോൾ തന്നെ ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകണമെന്നുള്ള നിലപാട് വീണ്ടും ലീഗ് ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ ലീഗിന്റെ ഒരു അഭിപ്രായമാണ് മുഖ്യമന്ത്രി ചെവിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ പഞ്ചായത്ത് രൂപീകരണം ഭാഗികമായി റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീലിന് പോകുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ എതിർപ്പിനെയും അവഗണിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായത്തെ അവഗണിച്ച് സർക്കാർ അപ്പീലിന് പോവുകയാണ്. 2010 അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിൽ ഉന്നയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനമെടുത്തില്ല. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോയി ഇതിനുശേഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളനുസരിച്ച് തീരുമാനം കൈക്കൊള്ളാമെന്നുള്ള ഒരു നിലപാടിലാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. നികേഷ്, അജയ് തറയിൽ, ഡോക്ടർ TM തോമസ് ഐസക്, രാജു എബ്രഹാം, PK ഫിറോസ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ നമ്മളോടൊപ്പമുള്ളത്. ആദ്യം ശ്രീ രാജു എബ്രഹാം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്പം മുമ്പ് വാർത്താലേഖകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ഇല്ലെങ്കിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് 2 വിധികളാണ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. 4 മുനിസിപ്പാലിറ്റികൾ ഒഴിച്ച് ബാക്കിയുള്ള മുനിസിപ്പാലിറ്റി രൂപീകരണത്തിന് കോടതി അംഗീകാരം നൽകിയിരിക്കുകയാണ്. രണ്ടാമത്തെ വിധി പഞ്ചായത്ത് രൂപീകരണം ആകെ തന്നെ റദ്ദു ചെയ്തിരിക്കുന്നു. വ്യത്യസ്ത കാരണങ്ങളാൽ വ്യത്യസ്ത വിധി പുറപ്പെടുവിക്കേണ്ടി വന്നിരിക്കുന്നു കോടതിക്ക്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ഒരു നിർദ്ദേശം 2010 അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ അതിന് പറ്റില്ല. കാരണം ഉമ്മൻചാണ്ടി പറയുന്നത് ഈ 4 മുനിസിപ്പാലിറ്റി ഒഴിച്ചുള്ള ബാക്കി മുനിസിപ്പാലിറ്റികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ
അതിൽ വിജ്ഞാപനമായിരിക്കുന്നു, ഹൈക്കോടതിയുടെ അംഗീകാരമായിരിക്കുന്നു. അതായത് അവ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയാണ്. ഇനിയിപ്പോൾ 2010 അനുസരിച്ചാണ് പോകുന്നത് എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പോൾ മുനിസിപ്പാലിറ്റികളായി വിജ്ഞാപനം ചെയ്തതും കോടതി അംഗീകരിച്ചതുമായ മുനിസിപ്പാലിറ്റികളെ പഞ്ചായത്താക്കി തിരികെ കൊണ്ടുവരേണ്ടി വരും. അതായത് മുകളിലേക്ക് സാധിക്കും, താഴേക്ക് സാധിക്കില്ല എന്ന് താങ്കൾക്കറിയാമല്ലോ. ഇപ്പോൾ താഴേക്കാക്കുന്ന ഗവൺമെൻറ് നടപടി വേണ്ടിവരും. 2010 അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതിനെ ആർക്കും കോടതിയിൽ ചോദ്യം ചെയ്യാം, മറ്റൊരു പ്രതിസന്ധി രൂപപ്പെടും. അതുകൊണ്ട് അപ്പീലിന് പോകാനാണ് സർക്കാർ തീരുമാനം. അല്ല, ഇവിടെ പ്രധാനമായും ഇന്നലെ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഇവിടെ ഗവൺമെൻറ് സ്വീകരിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഇന്നലത്തെ കോടതി വിധി ഉണ്ടായത്. അപ്പോൾ നിയമം അനുസരിക്കാൻ, ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ ഗവൺമെൻറ് തെളിയിച്ചിരിക്കുന്ന കാര്യം. ഇപ്പോൾ നികേഷ് ചൂണ്ടിക്കാട്ടിയ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒന്ന് നമ്മൾ ആലോചിക്കണം, ഒരു അവധാനതയോടെയുള്ള ഒരു സമീപനമായിരുന്നില്ല ഗവൺമെൻറ്റിൻ്റേത്. ഇവിടെ ഇത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തണമായിരുന്നുവെങ്കിൽ ഒന്ന് നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യണമായിരുന്നു. ഇവിടെ നമ്മുടെ AG പോലെയുള്ള ആളുകളുമായിട്ടായിരിക്കും ഒരുപക്ഷെ ചർച്ച നടത്തിയത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ദ്രുതഗതിയിൽ ആദ്യം ഒരു വിജ്ഞാപനം ഇറക്കുക, പിന്നീട് രണ്ടാമത് മറ്റൊരു വിജ്ഞാപനം ഇറക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വിജ്ഞാപനങ്ങൾ ഇറക്കിയത് തന്നെ നിയമപരമായി നിലനിൽക്കുന്ന വിജ്ഞാപനമല്ല ആദ്യം ഇറക്കിയത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജൂലൈ 10-ാം തീയതി രണ്ടാം വിജ്ഞാപനം ഇറക്കിയത്. അപ്പോൾ ഇത് ഗവൺമെൻറ് തന്നെ ബോധ്യമുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയെങ്കിലും പഞ്ചായത്തുകൾ വെട്ടിപ്പിടിക്കുക, ഇതാണ് ലക്ഷ്യം. അപ്പൊ നവംബർ 1 പുതിയ ഭരണസമിതികൾ രൂപീകരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ പറയുന്ന തൊടുന്യായങ്ങൾ പറഞ്ഞ് കോടതിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ. അതിനു പകരം കോടതി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് പോവുക. ഇനി മറ്റ് കാര്യങ്ങൾക്കൊന്നും സമയമില്ല. കോടതി പറയുന്നു പഞ്ചായത്ത് രൂപീകരണം ഭരണഘടനാ വിരുദ്ധമാണ്, അത് റദ്ദ് ചെയ്യണം, റദ്ദ് ചെയ്യുക. 4 മുനിസിപ്പാലിറ്റികൾ ഒഴിച്ച് ബാക്കിയുള്ള മുനിസിപ്പാലിറ്റി രൂപീകരണത്തെ കോടതി അംഗീകരിക്കുകയാണെങ്കിൽ ആ മുനിസിപ്പാലിറ്റി രൂപീകരണവുമായി മുന്നോട്ട് പോവുക. നിങ്ങളെല്ലാം വൈകിപ്പിക്കുകയല്ലേ ചെയ്തത്? നിങ്ങൾ തന്നെയാണല്ലോ അതിനെയൊക്കെ കാരണം. അതിന് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് കോടതി അക്കാര്യത്തിലൊരു തീരുമാനം പറയുമ്പോൾ അത് വൈകി തീരുമാനിച്ച നിങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ ബാധ്യസ്ഥരല്ലേ? ഒരിക്കലുമല്ല നികേഷ്. ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ടല്ല പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാക്കുന്നത്. അധികാര വികേന്ദ്രീകരണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ പഞ്ചായത്തുകൾ രൂപീകരിക്കാറുണ്ട് മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ. ഇത്തവണ UDF ഗവൺമെന്റ് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പുതിയ പഞ്ചായത്തുകൾ തീരുമാനിച്ചപ്പോൾ സത്യത്തിൽ ഈ കോടതി വിധി പുറത്തു വന്നപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇപ്പോൾ രാജു എബ്രഹാം പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട തോമസ് ഐസക് നിയമസഭ അകത്തും പുറത്തും പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതി നിരാകരിക്കുകയാണ് ഉണ്ടായത്. അവരുടെ വാദങ്ങളൊക്കെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. എന്നാൽ ഒരു കാര്യം പറഞ്ഞു, അതായത് ഗവർണർ ഒരു വില്ലേജ് നോട്ടിഫൈ ചെയ്തിട്ട് വേണം പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാക്കേണ്ടത്. സത്യത്തിൽ UDF ഗവൺമെന്റ് എന്താണ് ചെയ്തത്? കേരളത്തിന്റെ ചരിത്രത്തിൽ 94-ന് ശേഷം പഞ്ചായത്ത് രാജ് ആക്ട് വന്നതിന് ശേഷം രൂപീകരിച്ച പഞ്ചായത്തുകൾ മുഴുവൻ എടുത്തു പരിശോധിച്ചാൽ ഒരു പഞ്ചായത്തും രൂപീകരിച്ചത് ഗവർണർ നോട്ടിഫൈ ചെയ്ത വില്ലേജിന്റെ അടിസ്ഥാനത്തിലല്ല. കീഴ്വഴക്കം അവിടെ നിൽക്കുന്നു, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇനി ആദ്യം ഗവർണർ വിജ്ഞാപനം ചെയ്ത് വില്ലേജ് നോട്ടിഫൈ ചെയ്തിട്ടാണ് ഒരു പഞ്ചായത്ത് രൂപീകരിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക നികേഷ്? ആളുകൾക്ക് ആക്ഷേപം ബോധിപ്പിക്കാൻ കഴിയില്ല. UDF എന്താ ചെയ്തത്? ആദ്യം പഞ്ചായത്തുകൾ രൂപീകരിച്ചു, അതിനുശേഷം ഹിയറിംഗ് നടത്തി ജനങ്ങൾക്ക് ആക്ഷേപം ബോധിപ്പിക്കാനുള്ള അവസരം നൽകി. പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ന്യായവാദങ്ങളാണ് താങ്കൾ ഉന്നയിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ പുതിയ വസ്തുതകളാണ് നിൽക്കുന്നത്. കോടതി വിധി തന്നെയുണ്ട്. നവംബർ 1 പുതിയ ഭരണസമിതി ഉണ്ടാകേണ്ടതുണ്ട്. നോട്ടിഫിക്കേഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമയം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിനോട് 2010 ഒരു മാർഗരേഖയായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ആ ഭരണഘടനാപരമായ ബാധ്യത അതാണെന്ന് KPCC സർക്കാർ ഏകോപന സമിതിയും ഗവൺമെൻറ്റിനെ ഓർമ്മിപ്പിച്ചത്. ആ ഭരണഘടനാ ബാധ്യതയ്ക്ക് പകരം ലീഗിനെ പിണക്കേണ്ടതില്ല എന്ന ഉമ്മൻചാണ്ടിയുടെ തീരുമാനപ്രകാരമല്ലേ ഇപ്പോൾ വളഞ്ഞ് മൂക്കുപിടിക്കുന്ന ഈ തീരുമാനമുണ്ടായിട്ടുള്ളത്? പഞ്ചായത്തുകൾ ഇവിടെ നിലവിൽ, അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇവിടെ നിലവിൽ വന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല, ലീഗിൻ്റെ വാശി അതിനൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ഘടകകക്ഷി സമ്മർദ്ദം മാത്രമായിട്ട് ഈ വിഷയം ചുരുങ്ങുകയല്ലേ ചെയ്യുന്നത് ശ്രീ PK ഫിറോസ്? ആ വാദം പൂർണ്ണമായും തെറ്റാണ് നികേഷ്. കാരണം 2010 ഇടതുപക്ഷ ഗവൺമെന്റ് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ചു. അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ജൂൺ 8 തീയതിയാണ്. അന്ന് പുതിയ പഞ്ചായത്തുകൾ വരേണ്ടത് ഒക്ടോബർ 2 എന്ന് ഓർമ്മ വേണം. പഴയ കാര്യങ്ങളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പണ്ട് കുറെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ ആവർത്തിക്കും എന്നാണ് പറയുന്നത്. അതിനു പകരം മുൻപുണ്ടായ തെറ്റുകൾ തിരുത്തി കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് പോകാനല്ലേ UDF ഉമ്മൻചാണ്ടി ശ്രമിക്കേണ്ടത്? അതിനു പകരം സമ്മർദ്ദത്തിന് അടിപ്പെടുന്നുണ്ടോ? നികേഷ്, മുമ്പ് ഇടതുപക്ഷം തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പറയുന്നു ഇനി ഈ പുതിയ രീതിയിലുള്ള പഞ്ചായത്ത് രൂപീകരണം നടന്ന് ഇലക്ഷൻ നടത്താൻ സമയമില്ല, വേണ്ടത്ര സമയമില്ലാതെയാണ് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ചത്. അതുകൊണ്ട് 2010 പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ നടത്തണമെന്നാണല്ലോ ഇടതുപക്ഷവും ഇലക്ഷൻ കമ്മീഷനും പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇതേ ഇലക്ഷൻ കമ്മീഷൻ 2010 ഇടതുപക്ഷ ഗവൺമെന്റ് പഞ്ചായത്തിൽ രൂപീകരിച്ചപ്പോ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ജൂൺ 8. അന്ന് ഒക്ടോബർ 2 പുതിയ ഭരണസമിതികൾ വരണം എന്ന് പറഞ്ഞാൽ 3.5 മാസം. എന്നാൽ UDF ഗവൺമെന്റ് ഏപ്രിൽ, ഇപ്പോൾ തോമസ് ഐസക് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹം മറുപടി പറയട്ടെ, ഏപ്രിൽ 25 പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പുതിയ ഭരണസമിതികൾ വരേണ്ടത് എപ്പോഴാണ്? നവംബർ 1 തീയതി എന്ന് പറഞ്ഞാൽ 6 മാസം സമയമുണ്ട് നികേഷ്. ഇടതുപക്ഷത്തിന് 3.5 മാസം മാത്രമാണ് ഇലക്ഷൻ നടത്താൻ സമയം. ഇന്നലെയാണ് പഞ്ചായത്തുകൾ റദ്ദ് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ താല്പര്യപ്രകാരം രൂപീകരിച്ച UDF സർക്കാരിന്റെ പഞ്ചായത്തുകൾ റദ്ദ് ചെയ്യുകയും അത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് രൂപീകരിച്ചത് എന്ന് കോടതി വിധിയും വന്നത്. നമ്മുടെ മുന്നിൽ ഒരു തീയതി മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ, അത് 10 ഓഗസ്റ്റ് എന്ന ആ തീയതിയാണ്. ഇന്നലെ അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. നിങ്ങൾ നാളെ തന്നെ ഹൈക്കോടതിയിൽ അപ്പീലിന്, ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിലായിരിക്കും അപ്പീലിന് പോകുന്നു എന്ന് പറയുമ്പോൾ നാളെ മുതലുള്ള തീയതി അത് നവംബർ 1 എന്ന തീയതിയും ഇവിടെ ഇങ്ങോട്ടേക്ക് പിടിക്കുക. ഇനി എത്ര ദിവസമുണ്ട്? ഓഗസ്റ്റ് 11 അല്ലെങ്കിൽ ഓഗസ്റ്റ് 12, അത് കഴിയുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, അതായത് 2.5 മാസം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആകെ തന്നെ പൂർത്തിയാക്കാനുള്ളത്, ഭരണസമിതി വരാനുള്ളത്. മുമ്പ് LDF സർക്കാരിൻ്റെ കാലത്ത് നോട്ടിഫിക്കേഷൻ ഇല്ലാതെ തന്നെയാണ് പഞ്ചായത്ത് രൂപീകരിച്ചത് എന്നോ അവർ ഇത്ര കാലാവധി മാത്രമേ ആ പ്രക്രിയയ്ക്ക് നൽകിയിട്ടുള്ളൂ എന്ന് പറയുന്നതിലോ അർത്ഥമില്ല. എന്തുകൊണ്ടെന്നാൽ അതെല്ലാം തന്നെ കോടതി അംഗീകരിക്കുകയോ നമ്മുടെ നാട്ടിൽ നിലവിൽ വരുന്ന ഭരണസമിതികളായി നമ്മുടെ മുന്നിലിരിക്കുന്നതോ ആണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നലെ വന്ന കോടതി വിധിയാണ് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്, ഇനിയിപ്പോൾ നഗരസഭകളെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ടത്. നികേഷ്, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് പഞ്ചായത്തിൽ രൂപീകരിച്ചത് എന്ന് പറയുമ്പോൾ UDF ഗവൺമെന്റ് അപ്പീൽ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറച്ച വിശ്വാസമുണ്ട്, ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം അവർ രാഷ്ട്രീയമായി, സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ്, അതിന് ആരും തെറ്റു പറയും എന്ന് തോന്നുന്നില്ല താങ്കൾ പോലും. LDF ഭരിക്കുന്ന കാലത്ത് LDF ആണ് തീരുമാനിക്കുക, UDF ഭരിക്കുന്ന കാലത്ത് UDF ആണ് തീരുമാനിക്കുക. അതിൽ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വമുണ്ട് എന്ന്. പക്ഷേ അത് കോൺഗ്രസും അംഗീകരിക്കുന്നു, UDF ആകെ തന്നെ അംഗീകരിക്കുന്നു. അവരൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നു. ആ രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഏത് നിലവരെ പോകാനും, നിയമപരമായി അവർക്ക് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നാൽ പോകാനുമുള്ള ഇച്ഛാശക്തി ഇല്ലെങ്കിൽ അവർ ഈ തീരുമാനം എടുക്കുമോ? അല്ല നികേഷ്, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജ്ഞാപനം ഇറക്കിയപ്പോൾ അതിനെതിരെ അപ്പീൽ കോടതി
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനത്തെ റദ്ദ് ചെയ്തോ? എന്ന് വെച്ചാൽ LDF ഗവൺമെന്റ് എടുത്ത തീരുമാനം നിയമപരമായിട്ടായിരുന്നു, വില്ലേജുകൾ വെട്ടിമുറിക്കാതെയായിരുന്നു. അപ്പൊ അത് നോക്കണമായിരുന്നു. അത് ഞാൻ പറഞ്ഞത് മിനിമം നിയമമെങ്കിലും നോക്കിയിരുന്നെങ്കിൽ UDF ഇത്തരത്തിലൊരു സമീപനം വരത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി, ഞങ്ങൾ രണ്ട് കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ ശ്രീ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്ന്, കോർപ്പറേഷനെ ഡീപ്രൊമോട്ട് ചെയ്ത് മുനിസിപ്പാലിറ്റി ആക്കിയ വിഷയം ഞങ്ങൾ ചൂണ്ടിക്കാട്ടി, വില്ലേജുകൾ വെട്ടിമുറിച്ച സംഭവം ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. ഈ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ സംരക്ഷിക്കുന്ന രേഖയുണ്ട് എന്നാണ് മറുപടി പറഞ്ഞ മന്ത്രി പറഞ്ഞത്. ഒരു രേഖയില്ല, മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞു, മേശപ്പുറത്ത് വെച്ചില്ല. അപ്പം നിയമസഭയിൽ വസ്തുതാവിരുദ്ധമായിട്ടാണ് പറഞ്ഞത്. അതിനെയാണ് ഫിറോസ് ഇപ്പം ന്യായീകരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താ? ഇത് കേവലം രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളത് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി, അത് ലീഗ് മാത്രമല്ല, അതിനകത്ത് കോൺഗ്രസ് മുഖ്യ കക്ഷി തന്നെയാണ്. അതല്ലാതെ സമയബന്ധിതമായി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തിയില്ല എന്നുള്ളത് തന്നെ വളരെ വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വളച്ചുകെട്ടി എന്തുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തിയില്ല എന്നാണ് താങ്കൾ വാദിക്കുന്നത്? അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം UDFന് ശക്തി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയിൽ അവരുടെ നില എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗിന് UDF സംവിധാനത്തിൽ കിട്ടുന്ന സീറ്റുകൾക്കൊരു പരിമിതിയുണ്ട്. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഓരോ പഞ്ചായത്തിലെയും വാർഡുകൾ നോക്കി, മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ നോക്കിയാണ് ഏത് കക്ഷിക്കാണ് ആ മുന്നണിയിൽ ശക്തിയെന്ന് തീരുമാനിക്കുക. ഒരുപക്ഷെ LDFൽ അത് CPM ആണെങ്കിൽ UDFൽ അത് മുസ്ലിം ലീഗാണ് എന്ന് വരുത്താനുള്ള ഏറ്റവും നല്ല അവസരമാണത്. അതിനുള്ള ശക്തി സംഭരിക്കൽ മാത്രമാണ്. അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാകില്ല എന്ന് പറഞ്ഞതൊരു പിന്മടക്കമായോ ഒക്കെയാണ് കാണുന്നതെങ്കിൽ അത് വെറുതെ ഒരു ചർച്ചയ്ക്കുള്ളിൽ പറയാവുന്ന രാഷ്ട്രീയ നിലപാട് മാത്രമായി തീരും. അല്ല, അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ വിജയം എങ്ങനെയാണെന്നുള്ളത് അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. കോടിക്കണക്കിന് രൂപ അത് വെച്ചുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ KPCC സർക്കാർ ഏകോപന സമിതി ഇന്ന് യോഗം ചേരുകയും മുസ്ലിം ലീഗിന് വഴങ്ങാൻ തീരുമാനിക്കുകയുമാണോ ഉണ്ടായിട്ടുള്ളത്? മുസ്ലിം ലീഗിന് വഴങ്ങി എന്നുള്ളതല്ല, ഞങ്ങളതിന്റെ നിയമവശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് മാറ്റരുത് എന്നുള്ള ഒരു പൊതുവായ വികാരം എല്ലാവർക്കും ഉണ്ട്. കാരണം എല്ലാ അർത്ഥത്തിലും, ഒന്ന് ഭരണഘടനാപരമായിട്ട് അത് നവംബർ 1-ാം തീയതി നടക്കേണ്ടതാണ്, ഓരോ 5 വർഷം പൂർത്തിയാകുമ്പോൾ. കഴിഞ്ഞ ഗവൺമെന്റാണ് അതിനൊരു വ്യത്യാസം വരുത്തിയത്. അന്ന് അവരത് കൃത്യമായ സമയത്ത് നടത്താത്തത് കൊണ്ട് 1 വർഷം നീണ്ടുപോയി. എങ്കിൽ പോലും ഇനി അത് തെറ്റ് ആവർത്തിക്കാൻ പാടില്ല എന്നൊരു നിലപാട് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ അത് നിയമപരമായി ഇപ്പോൾ അവസാനം മനസ്സിലാക്കുന്നത്, ഇത് കോടതിയിൽ പോയാൽ വെറും സാങ്കേതികത്വത്തിന്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. അത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി അത് വിശദീകരിച്ചാൽ അത് ഗവൺമെന്റിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത് 2011 സെൻസസ് അനുസരിച്ച് പുതിയ പുനർവിഭജനം നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നിയമപരമായിട്ടല്ല, വേണമെങ്കിൽ നടത്താൻ കഴിയും. കാരണം പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ, ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പഞ്ചായത്തുകൾ, വലിയ പഞ്ചായത്തുകൾ രണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ അത് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തവണ ചെയ്തിരിക്കുന്നത് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും പഴയ വാർഡ് തന്നെ, ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ ഗവൺമെന്റ് ആണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും 2 വാർഡ് വീതം കൂട്ടി മൊത്തം ഡീലിമിറ്റേഷൻ നടത്തിയാണ് ആ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ഇത് വളരെ കുറച്ച് പഞ്ചായത്തുകൾ, 68 പഞ്ചായത്തുകൾ. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണല്ലോ. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് 2 തീരുമാനങ്ങൾ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് 2010 അനുസരിച്ച് പോയാൽ ചില ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട വിജ്ഞാപനത്തിലൂടെ മുനിസിപ്പാലിറ്റികളായി മാറിയ മുനിസിപ്പാലിറ്റികൾക്ക് വേണ്ടി ആർക്ക് വേണമെങ്കിലും കോടതിയിൽ പോകാം, അത് മറ്റൊരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കോടതി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് പോവുക, അതല്ലേ കുറെ കൂടി ഉചിതം? കാരണം ഈ കാര്യങ്ങൾ ഇത്ര കണ്ട് വൈകിപ്പിച്ചത് അതിൻ്റെ ഉത്തരവാദിത്തം മറ്റാർക്കുമല്ലല്ലോ, നിങ്ങൾക്ക് തന്നെയല്ലേ?
കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞിരിക്കുന്ന പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ വിജ്ഞാപനം ഉണ്ടായില്ല എന്നുള്ള ഒരു സാങ്കേതികത്വം മാത്രമാണുള്ളത്. അല്ല, പഞ്ചായത്ത് രൂപീകരണം റദ്ദ് ചെയ്തിട്ടുണ്ട് കോടതി. അതേസമയം 4 മുനിസിപ്പാലിറ്റി ഒഴിച്ച് ബാക്കിയുള്ള മുനിസിപ്പാലിറ്റികളുടെ രൂപീകരണം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നവംബർ 1-ന് പുതിയ ഭരണസമിതികൾ ഉണ്ടാകും. അല്ല, ഏതാണ്ട് 204ഓളം പഞ്ചായത്തുകള് ഈ പുനർവിഭജനവുമായിട്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കാരണം ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് അങ്ങനെയെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നാൽ 2000-ലും 2010-ലും പഞ്ചായത്തുകൾ പുതിയത് ഉണ്ടായപ്പോൾ ഈ പറയുന്ന ഗവർണറുടെ വിജ്ഞാപനം ഉണ്ടാകാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് ആരെങ്കിലും കോടതി അല്ല ശ്രീ ജോസഫ് വാഴക്കൻ, 2010-ലോ 2005-ലോ സംഭവിച്ച കാര്യങ്ങൾക്ക് ഇപ്പോഴാണോ നമ്മൾ തിരുത്തൽ വരുത്തേണ്ടത്? അന്ന് വരാത്ത ഞാൻ പറഞ്ഞത് ഇപ്പോൾ തിരുത്തൽ വരുത്തണമെന്നല്ല. ആരെങ്കിലും കോടതിയിൽ പോയാൽ ആ പഞ്ചായത്തുകൾ മുഴുവൻ റദ്ദായി പോകുമല്ലോ. അക്കാര്യത്തിൽ ആ ഭരണസമിതിയാണല്ലോ ഇപ്പൊ നിലനിൽക്കുന്നത്. അത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമായി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ പഴയ തെറ്റുകൾ നിയമവിരുദ്ധമായി യാഥാർത്ഥ്യമായി കഴിഞ്ഞാലും സ്ട്രിക്റ്റ് സെൻസിൽ പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. പഞ്ചായത്തുകളെ ഒരു വില്ലേജ് ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടില്ല ഗവർണർ. അതൊക്കെ സാങ്കേതികത്വം. നമ്മളിങ്ങനെ സാങ്കേതികത്വത്തിൽ പിടിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഗവൺമെന്റ് അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. രാവിലെ സർക്കാർ KPCC ഏകോപന സമിതി ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കാത്ത ഒരു തീരുമാനമെടുക്കാനാണ് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് കോൺഗ്രസിന് മേൽ അല്ലെങ്കിൽ സർക്കാരിന് മേൽ അമിതമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണോ അവരെ പ്രകോപിപ്പിക്കേണ്ട ഈ വിഷയത്തിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അത് ലീഗ് എന്ന് പറയുന്നത് ശരിയല്ല. അത് നിർബന്ധമാലോ ലീഗിന്റെ മന്ത്രിയാണ് അതിന്റെ ചുമതല വഹിക്കുന്നത്, പഞ്ചായത്തുകളുടെ ചുമതല വഹിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ മന്ത്രിക്കും ആ പാർട്ടിക്കും കൂടുതൽ ഉത്തരവാദിത്വവും കൂടുതലായിട്ടുള്ള അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി എന്നിരിക്കാം. അത് വേറെ ഏതെങ്കിലും തരത്തിൽ ലീഗിന്റെ ഒരു സമ്മർദ്ദമായിട്ടോ മറ്റൊരു തരത്തിലോ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അത് UDFന്റെ തീരുമാനമായിട്ട് മാത്രം അതിനെ കണക്കാക്കിയാൽ മതി. അവരാണത് കൂടുതൽ വിശദീകരിക്കുന്നത് മാത്രം, കാരണം അവരുടെ കയ്യിൽ ആ വകുപ്പിരിക്കുന്നത് കൊണ്ട്. എന്നതിനപ്പുറത്ത് അതിന് വേറൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് ശരിയല്ല. അല്ലല്ലോ ശ്രീ ജോസഫ് വാഴക്കൻ, നിയമസഭയിൽ താങ്കൾ ഇരിക്കുമ്പോഴാണ് ഇത് വിശദമായ ചർച്ച നടന്നത്, പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം വന്നത്. അന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് അടക്കമുള്ളവർ പറഞ്ഞത് മുസ്ലിം പഞ്ചായത്തെന്നും ഹിന്ദു പഞ്ചായത്തെന്നും വേർതിരിച്ചിരിക്കുന്നു. അതിൻ്റെ യഥാർത്ഥ കാരണക്കാർ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ മുസ്ലിം ലീഗാണ് എന്നാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടിയാണ് പല പഞ്ചായത്തുകളും ജാതി അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ UDFൽ കോൺഗ്രസിനേക്കാൾ ശക്തിയുള്ള കക്ഷി തങ്ങളാണ് എന്നറിയിക്കാനുള്ള വേദിയായിട്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൽ താല്പര്യമില്ല. ആ ചർച്ചയിൽ കോൺഗ്രസ്സുകാർ നിശബ്ദത പാലിക്കുകയും മുസ്ലിം ലീഗുകാരാണ് പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തത്. അത് ദുഷ്ടലാക്കോടുകൂടി പറഞ്ഞിട്ടുള്ളതാണ്. അത് കേരളത്തിൽ മറ്റൊരു ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി ഇടതുപക്ഷം അന്ന് വളരെ കണക്ക് കൂട്ടി ഇറക്കിയ ഒരു നമ്പറായിരുന്നു. ഇത് 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നിയമസഭയുടെ വിഭജനങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ആ രീതി പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. തുടരുക ശ്രീ രാജു എബ്രഹാം, ദുഷ്ടലാക്കോട് കൂടിയാണ് നിങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ശ്രീ ജോസഫ് വാഴക്കൻ്റെ അഭിപ്രായമല്ല, അങ്ങനെ പറയാമോ എന്നുള്ളതാണ്. കേരളത്തിൽ രാഷ്ട്രീയമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങൾ നിശ്ചയിച്ചത്. അപ്പോൾ അത് മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുന്ന സമയത്ത് അവരുടെ വകുപ്പിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മുസ്ലിം പഞ്ചായത്ത്, ഇത് ക്രിസ്ത്യൻ പഞ്ചായത്ത്, ഇത് ഹിന്ദു പഞ്ചായത്ത് എന്ന് വേർതിരിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെന്തൊക്കെയാണ്? അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഏതെങ്കിലും വകുപ്പ് നന്നാക്കി കൊണ്ടുപോയിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ SSLC പരീക്ഷ നടത്തിയതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് മുസ്ലിം ലീഗ് കരുതിയത്. അതിനകത്ത് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ലീഗിന് വന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ നിയമസഭയിൽ അക്കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അപ്പോൾ ലീഗിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ, കോൺഗ്രസിനെ പോലും ഒഴിച്ചു നിർത്തി ലീഗിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ചില പഞ്ചായത്ത് നിർദ്ദേശങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ തെളിവ് സഹിതം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞതാണ്. അതിനെ കൗണ്ടർ ചെയ്തില്ല. അതിനെ കൗണ്ടർ ചെയ്ത് ആ കൂടി കുറച്ച് ബഹളങ്ങൾ ഉണ്ടാക്കിയതല്ലാതെ അതിനെ വസ്തുതാപരമായി കൗണ്ടർ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ജോസഫ് വാഴക്കിന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില താല്പര്യങ്ങൾ ഒക്കെ വന്നതുകൊണ്ടാണ് നിയമം ഇവിടെ നോക്കിയില്ല. ഞങ്ങൾ നേരത്തെ 2010 ഞങ്ങൾ നിയമം നോക്കിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്.
അപ്പോൾ ഇവിടെ നിയമം നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധി വരുന്നതും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏത് വിധേനയെങ്കിലും നീട്ടിക്കൊണ്ടുപോയി പോകാനുള്ള ഒരു പരിശ്രമം ലീഗിന്റെ ഭാഗത്ത് നിന്ന്, UDFന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നതും മറിച്ചുള്ള അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് തൽക്കാലം വേണ്ട, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പമോ അതിനുശേഷമോ മതി എന്നൊരു ചിന്ത നിങ്ങളുടെ ഇടയിലുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് ആരെങ്കിലും കേരളത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷമാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ 70% പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നതാണ്. വളരെ നല്ല വികസന രംഗത്ത് വളരെ മുന്നേറ്റം നടത്താൻ ഈ മിക്ക പഞ്ചായത്തുകൾക്കും, വളരെ റയറായിട്ടുള്ള പഞ്ചായത്തുകളെ ആക്ഷേപം ലഭിച്ചിട്ടുള്ളൂ, വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയ സാഹചര്യവും അനുകൂലമാണ്. ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നവരുമാണ്. അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. അത് ആഗ്രഹിക്കുന്നത് ഞങ്ങളെക്കാൾ കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയുമാണ്. അതുകൊണ്ട് അത് ഞങ്ങളുടെ തലയിലേക്ക് വഴി വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നീളണമെന്ന് ആഗ്രഹിക്കേണ്ട. അവരൊരു പക്ഷേ നിഗൂഢമായി അല്ലെങ്കിൽ അവർ സ്വകാര്യമായി അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും നീളണമെന്ന്. ഞങ്ങൾക്കിത് എങ്ങനെയും നവംബർ 1 തന്നെ നടത്തണം എന്നുള്ള. ഡോക്ടർ ടി എം തോമസ് ഐസക്, താങ്കൾ കാത്തിരിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടി അത് ആവർത്തിക്കേണ്ടി വരുന്നു. മുഖ്യമന്ത്രി പറയുന്നത് ഇതാണ്: 4 മുനിസിപ്പാലിറ്റി ഒഴിച്ച് ബാക്കി മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കുന്നത് കോടതി ഒരു വിധിയിലൂടെ അംഗീകരിച്ചിരിക്കുകയാണല്ലോ. രണ്ടാമത്തെ വിധി പഞ്ചായത്ത് രൂപീകരണം റദ്ദ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 2010 മാനദണ്ഡമാക്കി പോകണം എന്നുള്ളതാണ് CPMൻ്റെ അഭിപ്രായം. അതിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന മുനിസിപ്പാലിറ്റികൾ, 4 മുനിസിപ്പാലിറ്റി ഒഴിച്ചുള്ള ബാക്കി മുനിസിപ്പാലിറ്റികൾക്ക് കോടതി സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നു, കോടതി അത് അംഗീകാരം നൽകുന്നു. അവ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയായി നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിനെ പഞ്ചായത്താക്കി മാറ്റേണ്ടതുണ്ട് സർക്കാർ. അങ്ങനെ ചെയ്യരുത്. കാരണം മുകളിലേക്കാണല്ലോ ഇവർക്ക് പോകാനാവുക, താഴേക്ക് വരാനാകില്ലല്ലോ. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഈ 2010 മാനദണ്ഡമാക്കിയെടുത്ത് ഈ മുനിസിപ്പാലിറ്റികളെ പഞ്ചായത്താക്കിയാൽ ആർക്കും കോടതിയിൽ പോകാം. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയായി അംഗീകരിച്ചതാണ്, സർക്കാർ ഇടപെട്ട് അതിനെ പഞ്ചായത്താക്കി അത് പറ്റില്ല എന്ന്. അപ്പോൾ കോടതി വീണ്ടും വിടും, വീണ്ടും ഒരു നിയമപ്രശ്നം വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് അപ്പീൽ പോവുക എന്ന ഒറ്റ ഉപാധി മാത്രമേ ഉള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ UDFൻ്റെ ഒറ്റ ഉപാധി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് നവംബർ 1 മുമ്പ് നടന്ന് പുതിയ ഭരണസമിതികൾ വരണം. അത് ഭരണഘടന പറയുന്നതാണ്. അതിൽ അങ്ങനെ ഭരണഘടനാപരമായ ബാധ്യത 6 മാസം വരെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാമെന്ന് കർണാടക ബാധിച്ചു, ബീഹാർ ബാധിച്ചു, വെസ്റ്റ് ബംഗാൾ ബാധിച്ചു. ഇതൊക്കെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ അപ്പീലിന് പോകുമ്പോൾ ഒരു സംശയം വേണ്ട, ഞങ്ങളും അപ്പീലിന് പോവും. എന്നിട്ട് സുപ്രീം കോടതി തീരുമാനിക്കട്ടെ ഏതാ ശരിയെന്നുള്ളത്. ഇങ്ങനെ സുപ്രീം കോടതി വിധിയിൽ കൃതകൃത്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഡീലിമിറ്റേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടൊന്നും ഈ തെരഞ്ഞെടുപ്പ് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ മുൻപിലുള്ള ഒറ്റ മാർഗം അതേ ഉള്ളൂ. ഇവിടെ ഭരണഘടന ലംഘിക്കുന്നതിന് UDF നേതൃത്വം നൽകുന്നതിനെതിരെ ഞങ്ങളും കോടതിയെ സമീപിക്കും. ഏതായാലും തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് സർക്കാരിനേക്കാൾ ആധികാരികമായിട്ട് അവസാന വാക്ക് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കമ്മീഷൻ അക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താമെന്നല്ലാതെ കമ്മീഷന് മുകളിൽ ഇനി സർക്കാരിന് അവരുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. നിശ്ചയമായിട്ടും കോടതിയിൽ പോവാം. കോടതി പോകുമ്പോൾ അതിന് മറുമരുന്നായിട്ട് ഇപ്പുറത്തും ഉണ്ടാവും. കോടതി പോവും. ഇവർ കോടതി പോകുന്നത് വഴി തെരഞ്ഞെടുപ്പ് അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പോവുകയാണ്. ഇനി മാസങ്ങൾ പ്രവൃത്തി വേണ്ടി വരും ഈ പുതിയ വാർഡുകളുടെ വിഭജനമൊക്കെ പൂർത്തീകരിക്കാൻ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാദം, ഏകവാദം ഇതാണ്: ഞങ്ങളിപ്പോൾ മുനിസിപ്പാലിറ്റി ആക്കി ഡിക്ലെയർ ചെയ്തു പോയി, ഇനി അത് പഞ്ചായത്താക്കുന്നത് പുറകോട്ടുള്ള പോക്കാണ്. ഏതായാലും അത് മുനിസിപ്പാലിറ്റിയായിട്ട് പ്രവർത്തിച്ചിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു ഉത്തരവ് ഇറക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പഴയ നില തന്നെ പുനഃസ്ഥാപിക്കുന്നതുകൊണ്ട് ഒരു തിരിച്ചുപോക്കുമില്ല. എന്നുവെച്ചാൽ മുകളിലോട്ട് പോയിട്ടില്ല, മുകളിലോട്ട് മുനിസിപ്പാലിറ്റിയായിട്ട് അത് പ്രവർത്തിച്ചിട്ടില്ല. തുടരുക. അജയ് തറയിൽ, ഇതാണ് CPMൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. നിങ്ങൾ അപ്പീലിന് പോയാൽ
ഞങ്ങളും പോവും. അതെനിക്ക് തോന്നുന്നത് ഒരു പുതിയ വാർത്തയാണ്. CPM-ഉം ഈ കാര്യത്തിൽ അപ്പീലിന് പോകാൻ തീരുമാനിച്ചു. മാത്രമല്ല ഈ ഡീലിമിറ്റേഷൻ പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനാകില്ല എന്ന് സുപ്രീം കോടതി വിധിയുണ്ടെന്ന് പറയുന്നു. നവംബർ 1-ന് പുതിയ ഭരണസമിതി വന്നേ തീരൂ. ശ്രീ അജയ് തറയിൽ നിങ്ങൾ എന്തൊക്കെ കളിച്ചാലും എന്നത് കേരള ഗവൺമെന്റ് തീരുമാനിച്ചതാണ്, അല്ലാതെ ഭരണഘടനയൊന്നുമല്ല. അത് കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഒക്ടോബർ മാസം എന്നുള്ളത് നവംബർ 1 മാറ്റിയതാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ പറയട്ടെ, ഈ ഡീലിമിറ്റേഷൻ പേരിലല്ലോ ഞങ്ങൾ ഈ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രശ്നം ഉണ്ടാക്കിയത്. കോടതിയിൽ പോയത് ആരാ? കോടതിയിൽ പോയി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശക്തികൾ ആരാണെന്ന് നോക്കണം നികേഷേ. ഞങ്ങളല്ലല്ലോ. ഈ പഞ്ചായത്തിന്റെയും ഈ വാർഡുകളുടെയും ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് 20-ൽ കൂടുതൽ വാർഡുകളുള്ള പഞ്ചായത്തുകളെ വിഭജിച്ചു. അത് തെറ്റാണോ? ജനകീയ ആവശ്യമാണ്. അതുപോലെ പല മുനിസിപ്പാലിറ്റികൾ പുതുണ്ടാക്കി, ജനകീയ ആവശ്യമാണ്. ആ ആവശ്യങ്ങളെ മുൻനിർത്തി നടപ്പാക്കിയ ഒരു കാര്യത്തെ അത് അംഗീകരിക്കാതെ ഇത് ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി കാലതാമസമുണ്ട്. കോടതിയിൽ പോയാൽ ആരെങ്കിലും അപ്പീൽ പോകാതിരിക്കോ? പിന്നെ ഞങ്ങൾ അപ്പീൽ പോയാൽ ഞങ്ങളും അപ്പീൽ പോകുന്നു. ഞങ്ങൾ അപ്പീൽ പോകുന്നത് സ്റ്റേ വാങ്ങാനാണ്. ഡിവിഷൻ ബെഞ്ച് ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്ക് സ്റ്റേ കിട്ടിയാൽ ഞങ്ങൾക്ക് ഇത് വെച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും. നവംബർ 1 പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും. അതിനുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് UDF ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ മുന്നണിക്ക് അതല്ല പ്രശ്നം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഉപ്പ് വെച്ച കലം പോലെ ആ പാർട്ടി വളരെ ദയനീയമായി പോകും എന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും കോടതി വഴി തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുക തന്ത്രമാണ് അവർ സ്വീകരിച്ചത്. ഡോക്ടർ ഐസക്, രണ്ട് കാര്യങ്ങളാണ് ഈ പുതുതായി താങ്കളോട് ചോദിക്കാനുള്ളത്. ഒന്ന്, ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്നാണ് നിലപാട്. രണ്ട്, എന്തിനാണ് നിങ്ങൾ അപ്പീലിന് പോകുന്നത്? ഇവിടെ അജയ് തറയലിന് ഈ നവംബർ 1 ഈ കേരള സർക്കാർ തീരുമാനിച്ചതെന്ന് പറഞ്ഞല്ലോ. എന്താ നവംബർ 1 വരാൻ കാരണം? ഭരണഘടനയെ പറയുന്നത് 5 വർഷമാണ് കാലാവധി. 5 വർഷം തികയുന്ന ദിവസമാണ് ഈ നവംബർ 1 എന്നുള്ളത്. ഭരണഘടനയിൽ മുമ്പ് ഒരു സംശയം ഉണ്ടായിരുന്നു. 5 വർഷം കാലാവധി എന്ന് പറഞ്ഞു. 2 അസാധാരണ സാഹചര്യങ്ങളിൽ പിരിച്ചുവിടാം. അത് കഴിഞ്ഞിട്ട് ഭരണഘടന പറയുന്നത് ഈ 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം എന്നുവെച്ചാൽ അവസാനിച്ചിട്ട്. സുപ്രീം കോടതി വിധിച്ചതേ ഈ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയതിനല്ലാതെ ബാധകം, മറിച്ച് നിങ്ങൾ നേരത്തെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല, 6 മാസത്തിനുള്ളിൽ നടത്തിക്കൊണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പറയുന്നില്ല, കോടതിയുടെ നിലപാടിതാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണു എന്തെന്ന്, ഇത് ഇപ്പോഴുള്ള തന്നെ നിലയിൽ പോയിട്ടുണ്ടെങ്കിൽ പഴയ വാർഡ് വെച്ച് ഒരു പുതിയ വാർഡ് വെച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്താൻ പറ്റൂലെന്ന്. എന്നിട്ട് നിങ്ങൾ അപ്പീലിന് പോയാണ്. ഏത് ഇനിയിപ്പോൾ കോടതി വിധി മാറ്റി ഈ വാർഡുകൾ ഈ രീതിയിൽ പുനർവിഭജിക്കണമെന്ന് പറഞ്ഞ് ഒരു സംശയമില്ലോ. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ഇപ്പോൾ ഉള്ള പോലെ പോയാൽ പോലും നവംബർ 1 തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതി വരാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കോടതി പറയാൻ പോണതേ, നിങ്ങൾ ഭരണഘടനയുടെ ഈ വകുപ്പുകൾക്ക് വിരുദ്ധമായിട്ട് സുപ്രീം കോടതിയുടെ ഒരു 5-6 വിധികൾ ഇതിനെക്കുറിച്ചുണ്ട്. ഇത്തരത്തിൽ ഇത് നീട്ടിവെക്കുന്നതിന് വേണ്ടി ഈ അപ്പീലുമായിട്ട് പോവുകയാണ്. അതുകൊണ്ട് കോടതിയുടെ ഒരു ഇന്റർവെൻഷൻ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്നത് വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ശ്രീ PK ഫിറോസ്, നിങ്ങളുടേതാണല്ലോ വകുപ്പ്. ഡോക്ടർ ഐസക് അല്ലെങ്കിൽ CPM കോടതിയിൽ പോയി പറയാൻ പോകുന്നത് സുപ്രീം കോടതിയുടെ വിധികളുണ്ട്, തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നീട്ടരുത് എന്ന്. ഗവൺമെൻറ് അതിനാണ് ശ്രമിക്കുന്നത്. കോടതിയുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ കോടതിയുടെ നിർദ്ദേശം ഗവൺമെൻറ്റിന് ആവശ്യമായി വരണം ഈ ഘട്ടത്തിൽ. എന്നാൽ മാത്രമേ ഈ സർക്കാർ പാഠം പഠിക്കൂ. അതായത് കോടതി പറയണം നവംബർ 1 ഇവിടെ പുതിയ ഭരണസമിതികൾ രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി ഉടൻ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോവുക, കോടതിയിൽ കറങ്ങി നടക്കുകയല്ല വേണ്ടത്. കോടതി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് നടപ്പാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ ആ കാര്യത്തിലുള്ള ഒരു ഇടപെടൽ എന്ന് പറയുമ്പോൾ സമീപകാലത്ത് വന്ന കോടതി വിധികളൊക്കെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് പേടിക്കുന്നത് നന്നായിരിക്കും. നികേഷ്, ഒന്ന്
തോമസ് ഐസക്കിന് ധാർമ്മികമായി ഈ ഇലക്ഷൻ വൈകുന്നതിനെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമല്ല. ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ച നവംബർ 1 കാര്യം, അത് മാത്രമല്ല പല മുനിസിപ്പാലിറ്റികളും അധികാരമേറ്റത് നവംബർ 30 എന്ന് പറഞ്ഞാൽ 2 മാസം നീട്ടി മുനിസിപ്പാലിറ്റികൾ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാജു എബ്രഹാം പറഞ്ഞത് മുസ്ലിം ലീഗ് ഇതിന്റെ ഗുണഭോക്താക്കളാണെന്നാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ആണോ പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ചാൽ ഗുണഭോക്താക്കളായി വരുന്നത്? കോൺഗ്രസ് ആണോ? UDF ആണോ? LDF ആണോ? കേരളത്തിലെ ജനങ്ങളാണ് നികേഷ് ഇതിന്റെ ഗുണഭോക്താക്കൾ. ഇവിടെ പറഞ്ഞില്ലേ, ഭരണഘടനാ വിരുദ്ധമായി ഇടതുപക്ഷം രൂപീകരിച്ച പഞ്ചായത്തുകൾ റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോകാത്തത്? ഒരു പുതിയ പഞ്ചായത്ത് അതൊക്കെ കഴിഞ്ഞല്ലോ ശ്രീ ഫിറോസ്. വിചാരിക്കുന്നത് ഇപ്പൊ ഐസക് പറയുന്നത് നികേഷ് പഴയ കാര്യം ചർച്ച ചെയ്യുന്നില്ല. ഒറ്റ കാര്യം പറയട്ടെ നികേഷ്, UDF ഗവൺമെന്റ് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ചത് എല്ലാ നിയോജകമണ്ഡലത്തിലും ഗവൺമെന്റ് കോളേജ് കൊടുത്തതുപോലെ, പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങിയതുപോലെ, എല്ലാ പഞ്ചായത്തിലും ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയതുപോലെ, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ തുടങ്ങിയതുപോലെ, പുതിയ താലൂക്കുകൾ രൂപീകരിച്ചതുപോലെ ജനങ്ങൾക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് നികേഷ് പുതിയ പഞ്ചായത്ത് ഹൈക്കോടതിയിൽ പോയി പ്രതിപക്ഷം പറയുകയാണ്, അല്ലെങ്കിൽ CPM പറയുകയാണ് ഈ ഇലക്ഷൻ നീട്ടിവെപ്പിക്കാനുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന്. അങ്ങനെ ഒരു അപ്പീലിന് നിലനിൽപ്പുണ്ടോ? അല്ല, ഇവര് പറയുന്നത് ശരിയാണെങ്കിൽ ഹൈക്കോടതി പറയട്ടെ. ഹൈക്കോടതി പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഹൈക്കോടതി പറയാതിരിക്കില്ല, അതൊരു അടിയായിരിക്കും കിട്ടുക അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ. അല്ല, അടിയൊന്നുമല്ല. ഞങ്ങൾ നിയമം എപ്പോഴും അനുസരിക്കുന്നവരാ. ഇവര് ചരിത്രത്തിലാദ്യമായി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള ആ നിബന്ധനയെ ലംഘിച്ചവരായി വർത്തമാനം പറയുന്നവര്. ഒക്ടോബർ 2 പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരത്തിലേൽക്കേണ്ടിരുന്നത് നവംബറിലേക്ക് മാറ്റാനുള്ള വഴിയൊരുക്കിയ ആളുകളാണ് ഇപ്പോൾ ഈ രീതിയിൽ സംസാരിക്കുന്നത്. ഞങ്ങളത് അങ്ങനെ അല്ല ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. ഇപ്പൊ ഞാൻ പറയാം, ഫെബ്രുവരി മാസത്തിൽ അധികാരം ഏറ്റെടുത്ത കാലഘട്ടമുണ്ട്. ഇവരുടെ കാലഘട്ടത്തിൽ അന്നത്തെ ചില മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളിലും വാർഡ് വിഭജനം പൂർത്തിയാകാത്തതിനെ തുടർന്ന് കുറെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും കുറേയേറെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തെരഞ്ഞെടുപ്പ് ജനുവരിയിൽ നടത്തി. ഫെബ്രുവരിയിൽ ചാർജ് എടുത്ത സംഭവമുണ്ട്. 2000-ലോ 2005-ലോ 2000-ലാണ് വിശ്വാസം. മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്തുകൾ അതൊക്കെ അന്ന് സമയബന്ധിതമായി നടപ്പാക്കാത്തത് കൊണ്ടാണ് ഹൈക്കോടതി ഇത്തവണയും ഈ കാര്യത്തിൽ ഈ തരത്തിൽ പുതിയതായി രൂപീകരിക്കപ്പെട്ട പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് 2-3 മാസത്തേക്ക് മാറ്റിയാൽ, അല്ലെങ്കിൽ അതിന് വാർഡ് വിഭജനത്തിന് സമയം തന്നാൽ അത് ഞങ്ങൾ അംഗീകരിക്കും, തീർച്ചയായിട്ടും അംഗീകരിക്കും. പക്ഷേ ഗവൺമെന്റ് പല കാരണങ്ങൾ കൊണ്ടും, പ്രത്യേകിച്ച് സെൻസസിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ കൂടുതലുള്ള പഞ്ചായത്തുകൾ വിഭജിച്ചിട്ടുള്ളത് നിയമാനുസൃതമാണ്. അക്കാര്യത്തിൽ സാങ്കേതികമായ പിഴവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അനുമതി ഹൈക്കോടതി നൽകും എന്ന് തന്നെയാണ് ഞങ്ങൾ. അത് അത്രയായിട്ടേ കാണുന്നുള്ളൂ ഡോക്ടർ ഐസക്. ഇത് 2-1 വരട്ടെ എന്നുള്ളതാണ് ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ മുന്നിൽ 2 തീരുമാനങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഏതാണ് വേണ്ടത് എന്നത് സംബന്ധിച്ച് കോടതി തന്നെ പറയട്ടെ എന്ന് പറയുമ്പോൾ, നേരത്തെ താങ്കൾ പറയുകയും ഞാനത് വ്യാഖ്യാനിക്കുകയും ചെയ്ത ആ റിസ്ക് ഉണ്ടല്ലോ, അത് ഗവൺമെൻറ്റിന് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മാത്രമല്ല, നിങ്ങൾ ഒരുപാട് പിഴവുകൾ വരുത്തിയിട്ടുണ്ട്. ആ പിഴവുകളാണ് കീഴ്വഴക്കമായി UDF എടുക്കുന്നത്. ചുരുക്കി ആ പിഴവുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഈ ഭരണഘടനയുടെ ഈ വ്യവസ്ഥ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. എല്ലാവരും ധരിച്ചിരുന്നതേ 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നുള്ളതാണ്. പിന്നീടാണ് സുപ്രീം കോടതിയുടെ ഈ വിധികളെല്ലാം അല്ല, ആ ഡിസൊല്യൂഷന് മാത്രമേ ബാധകമുള്ളൂ എന്ന് വന്നത്. ഇനി സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇങ്ങനെ ഇടപെടുവോ തീയതി സംബന്ധിച്ച്? ആ സർക്കാരിന്റെ പ്രൊറഗേറ്റീവ് ആണോ? ബാംഗ്ലൂർ കോർപ്പറേഷൻ 3ആയിട്ട് വിഭജിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഞങ്ങൾക്ക് സമയം വേണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി ഓഗസ്റ്റ് 22 തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തീർപ്പുണ്ടാക്കി കൊടുത്തു. അത് പിന്നെയും കലങ്ങി മറിഞ്ഞ് പോയി എന്നുള്ള വേറെ കാര്യം. പക്ഷെ വിധിയിലെ ഡേറ്റ് സുപ്രീം കോടതി കൊടുത്തേ അത്ര ഗൗരവമായിട്ടാണ് ഈ കാര്യം എടുക്കുന്നത്. ഇപ്പോഴെന്താണ് ഇനി കോടതിയിൽ ഇവർ പോണെങ്കിൽ പോട്ടെ. പക്ഷെ കോടതിയിൽ പോകുമ്പോൾ ഞങ്ങൾ പറയും, കോടതി പോയി ഇത് വീണ്ടും കാലതാമസം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന്. ഹൈക്കോടതിയെ നോക്കിയിട്ട് അതിന് തീരുമാനമെടുക്കട്ടെ.
കാരണം ഇലക്ഷൻ കമ്മീഷനാണ് പറയുന്നത് ഈ പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ പുനർവിഭജനം നടത്തി അതിൻ്റെ പരാതികൾ പരിശോധിക്കുന്നതിന് പോലും നേരമില്ല. ഇതിൻ്റെ നോട്ടീസിനെ കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ജനങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം എന്താണെന്നറിയാമോ? ലീഗിൻ്റെ താല്പര്യം ഇവിടെയുള്ള മുഴുവൻ വാർഡുകളും പുനരുജ്ജീവിക്കണമെന്ന് കോൺഗ്രസ് എതിർത്തുകൊണ്ട് നടക്കാൻ പറ്റാവുന്നില്ല. ഇവിടെ ഈ പുതിയ പഞ്ചായത്തിൽ ഉണ്ടാക്കിയ സമയക്കുറവുണ്ട്. എന്നോട് ക്ഷമിക്കുക ഡോക്ടർ ഐസക്, ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, അജയ് തറയിൽ, ഒപ്പം തന്നെ രാജു എബ്രഹാം, പി കെ ഫിറോസ്, ജോസഫ് വാഴക്കൻ.